ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കും അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ പൊട്ടാറ്റോ കറി എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ 4 ചെറിയ പൊട്ടാറ്റോ, ഒരു ഉള്ളിയും ചെറുതായി അരിഞ്ഞെടുക്കുക. ഒരു കുക്കറിലേക്ക് അരിഞ്ഞു വെച്ച പൊട്ടാറ്റോവും ഉള്ളിയും 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കട്ടിയില്ലാത്ത തേങ്ങാപ്പാൽ ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിക്കുക. പ്രഷർ കംപ്ലീറ്റ് പോയതിനു ശേഷം കുക്കർ തുറക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ 1/4 കപ്പ് വെള്ളത്തിൽ കലക്കിയത് കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. കറി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കറി തിളപ്പിക്കരുത്, പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ഒരു 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കറീൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിൾ പൊട്ടാറ്റോ കറി ഇവിടെ റെഡിയാണ്. ഇതിനെ നമുക്കിനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ആക്കി നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.